നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് വീണ്ടും സ്വാഗതം. വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ അത് ആ മഹാദുരന്തത്തിൻ്റെ 5ാം ദിനത്തിലാണ് നാം ഉള്ളത്. 350-ലധികം കടന്നിരിക്കുന്നു മരണം. 206 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. രക്ഷാപ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അവിടെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ജീവനോടെ ഇനി ആരെങ്കിലും ശേഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. കാണാതായവരെ കണ്ടെത്തുക എന്നുള്ള പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അതിനടുത്ത ഘട്ടമായ പുനരധിവാസം, അതിലേക്കുള്ള ആലോചനകളും സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സുരക്ഷിതമായ ഒരിടം കണ്ടെത്തി അവിടെ ഒരു പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടെ ആളുകളെ പുനരധിവസിപ്പിക്കും എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഏതായാലും സർക്കാർ ആലോചിക്കുകയുണ്ടാവും. അത് പുറത്തു വന്നിട്ടില്ല. അജിംസ്, വലിയ ഒരു ദുരന്തമാണ് വയനാടുണ്ടായത്. ഒട്ടേറെ പേർക്ക് ജീവഹാനി ഉണ്ടായി. അതിലേറെ വലിയ ആഘാതം അവരുടെ സമ്പത്തിനുമുണ്ടായി. വയനാടിൻ്റെ വീണ്ടെടുപ്പ് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും? വയനാടിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ ചൂരൽമല, അതുപോലെ മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങളെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതെങ്ങനെ വീണ്ടെടുക്കുമെന്ന് ചോദിച്ചാൽ ആ സ്ഥലത്ത് ഇനി മനുഷ്യവാസം സാധ്യമല്ല. നമുക്ക് അതിലെ വിഷ്വൽസ് കണ്ടാൽ അറിയാം. അവിടെ ഇനി ആളുകൾ താമസിക്കാൻ 2 കാരണങ്ങളെ കഴിയില്ല. ഒന്ന്, അതിൻ്റെ ടെറൈൻ മാറിപ്പോയി. 2, അതൊരു റെഡ് സോൺ പെട്ട സ്ഥലമാണ്. അവിടെ ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ ഇനി ആളുകൾ താമസിക്കാൻ സർക്കാർ സമ്മതിക്കില്ല, ആളുകൾ തന്നെ വരില്ല. അതിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ആളുകൾ പോലും അവിടെ നിന്ന് സ്ഥലം മാറാനുള്ള ആലോചനയിലാണ്. അപ്പോൾ അത് ഇനിയൊരു ഒരു ശ്മശാന ഭൂമിയായി തുടരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ അവിടെ നിന്ന് പിഴുതെടുക്കപ്പെട്ട ജീവിതങ്ങളെ വേറെ എവിടെ കൊണ്ടുപോയി നടും എന്നുള്ളതാണ് പ്രശ്നം. അവരെ വേറെ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും. പുനരധിവാസം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കവളപ്പാറ, പുത്തുമല, പെട്ടിമുടി, ഈ 3 ഉരുൾപൊട്ടൽ സമീപ വർഷങ്ങളിലുണ്ടായ സംഭവങ്ങളാണ്. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട മനുഷ്യർ അവിടെ നിന്ന് മാറ്റി താമസിക്കുന്നവർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഈ നമ്മുടെ 2018 പ്രളയം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. ഈ ഡിസാസ്റ്ററിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ബെഞ്ച് മാർക്കാണ്. അപ്പോൾ ആ സർക്കാരിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴുള്ള സർക്കാരും. അപ്പോൾ സർക്കാർ ചില കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. ഒന്ന്, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി തന്നെ പ്രഖ്യാപിച്ചു. മറ്റൊന്ന്, നവകേരളം, പുതിയ കേരളമാണ് ഇനി വരാൻ പോകുന്നതെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട, അവർ നിർബന്ധമായും ചെയ്യേണ്ട സർക്കാരിൻ്റെ ചുമതലയാണ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ടവരുടെ പുനരധിവാസം സർക്കാരിൻ്റെ ചുമതല തന്നെയാണ്. പക്ഷേ സർക്കാർ പ്രഖ്യാപിച്ചത് 10 ലക്ഷം രൂപ, അതായത് ഉരുൾപൊട്ടലിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ സർക്കാർ നൽകും. 3 മുതൽ 5 സെൻറ്റ് വരെ സ്ഥലം വാങ്ങാൻ വേണ്ടിയ പണം ഉപയോഗിക്കാം, ബാക്കി തുക വീട് വയ്ക്കാൻ. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഈ വീട് നഷ്ടപ്പെട്ട ആളുകളെല്ലാം 4-5 സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ച അടുത്തടുത്തടുത്ത് വീടുകളുണ്ടായിരുന്ന സ്ഥലത്താണ് ഇത് മുഴുവൻ പോയിട്ടുള്ളത്. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. കുറച്ചുകൂടി ഭൂമിയുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് 1 ഏക്കർ ഭൂമിയോ കൊലിച്ചു പോയ മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഈ 10 ലക്ഷം രൂപ ഇട്ടിട്ട് ഇവരെന്ത് ചെയ്യും? 10 ലക്ഷം രൂപ കിട്ടിയാൽ 5 സെൻറ്റ് സ്ഥലവും ഒരു വീട് വയ്ക്കാൻ കഴിയുമോ? അതായത് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തന്നെ ഒരു 6 ലക്ഷം രൂപ വരെ വീടിന് സ്ഥലം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം. ബാക്കിയുള്ള 4 ലക്ഷം കൊണ്ട് വീട് വയ്ക്കാം എന്നുള്ളതാണ്. 4 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കാൻ നൽകുന്ന തുകയാണ്. ഓക്കെ, അങ്ങനെ വീട് വയ്ക്കാം. എന്നിട്ട് അവരുടെ ഉപജീവനം, ഇവരൊക്കെ ഒന്നുകിൽ ചെറുകിട കർഷക തൊഴിലാളികളോ ഒക്കെ ആയിരിക്കും. ഇവരെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇപ്പോൾ ഈ പുത്തുമല, പെട്ടിമുടി, കവളപ്പാറ ദുരന്തങ്ങൾ, കവളപ്പാറ വലിയ വിവാദമായതാണ്. കാരണം കവളപ്പാറയിൽ നിന്ന് മാറ്റി താമസിക്കപ്പെട്ട വാടക വീടുകളിൽ താമസിക്കപ്പെട്ട ആളുകൾ, അപ്പോൾ ആ വാടക വീടുകളിൽ താമസിക്കുന്നവരെ വാടക സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് കൊടുത്തില്ല എന്നുള്ളൊരു പ്രശ്നം ഉയർന്നിരുന്നു. പുത്തുമലയിൽ നിന്ന് മാറ്റി താമസിക്കപ്പെട്ട ആളുകൾ, ആ ആളുകൾക്ക് മുഴുവൻ പൈസയും കിട്ടിയിട്ടില്ല എന്നൊരു വിവാദം ഇറക്കി ഉയർന്നിരുന്നു. 2021 22 ടി സിദ്ദീഖ് MLA അത് സംബന്ധിച്ചൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നു അസംബ്ലിയിൽ. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സർക്കാർ പറഞ്ഞ മറുപടി, അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്ന അത്ര ഗുരുതരമൊന്നുമല്ല കാര്യങ്ങൾ, സർക്കാർ അത് ചെയ്യുന്നുണ്ട്, കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടണം, കാണിക്കണം, നമുക്കത് പൂർത്തിയാക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വരുന്ന വീഴ്ചയാണ് പ്രധാനമായ ഒരു മുൻ അനുഭവമായി നിൽക്കുന്നത്. ഈ 3 ദുരന്തങ്ങളിൽ പുനരധിവസിപ്പിക്കപ്പെട്ട ആളുകൾ പിന്നീട് അവരെ സർക്കാർ മറന്നുപോകുന്നു എന്നൊരു പ്രശ്നം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഈ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് തോന്നുന്നു കുറേ കൂടി NGOകളുടെയും അതുപോലെ സന്നദ്ധ സംഘടനകളുടെയും, ഇപ്പോൾ മോഹൻലാലിൻ്റെ തന്നെ വിശ്വശാന്തി ട്രസ്റ്റ് പോലുള്ള അത്തരം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവരുടെ ശ്രദ്ധ കുറേ കൂടി ഇതിലേക്ക് കേന്ദ്രീകരിക്കുമെന്ന് തോന്നുന്നു. ഈ കവളപ്പാറയും പെട്ടിമുടിയും പുത്തുമലയും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറേ കൂടി ജീവകാരുണ്യ പ്രവർത്തകരുടെ ശ്രദ്ധ ഇതിലുണ്ടാകുമെന്നാണ്. കാരണം ഇപ്പോൾ തന്നെ
കർണാടക സർക്കാർ 100 വീട്, കോൺഗ്രസ് 100 വീട്, അങ്ങനെ രാഹുൽ ഗാന്ധി 100 വീടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടി ശ്രദ്ധ ഇവിടെ കിട്ടുമായിരിക്കും. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എവിടെ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഈ സാധാരണ ഇതിലൊരു സർക്കാർ സിസ്റ്റം അനുസരിച്ച് ഇപ്പോൾ ഭൂമി സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ സർക്കാർ അനുവദിക്കുന്ന ഭൂമിയിൽ മറ്റൊരു ഉപജീവനത്തിനും മാർഗ്ഗമില്ലാത്തൊരു സ്ഥലത്തായിരിക്കും ഉണ്ട്. അപ്പോൾ ഭൂമി വാങ്ങുകയാണ്, ഇവർക്ക് 10 ലക്ഷം കൊടുത്ത് ഇവർക്ക് ഇഷ്ടം കൊടുത്ത് വാങ്ങാമെന്ന് വെച്ചാൽ പോലും ഈ പണത്തിന് സ്ഥലം അവിടെ കിട്ടും. ഇപ്പോൾ 1 ലക്ഷം രൂപയിൽ കുറഞ്ഞ് സ്ഥലം കിട്ടുന്ന ഭൂമി എവിടെയാണ് കിട്ടുക അതൊന്ന് ആലോചിക്കുക. ഏറ്റവും ചെറിയ തുകയാണ് പറയുന്നത്. 1 ലക്ഷം രൂപയിൽ താഴെ സെൻറ്റിന് ഭൂമി കിട്ടുന്ന സ്ഥലം കേരളത്തിൽ എവിടെ കിട്ടും എന്നുള്ളൊരു പ്രശ്നമാണ്. ഇതെല്ലാം ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ സർക്കാരിൻ്റെ മറുപടികളുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നോംസ് അനുസരിച്ച് 1 ലക്ഷം രൂപ കൊടുത്താൽ മതി. അവിടെയാണ് നമ്മൾ 4 ലക്ഷം രൂപ കൊടുക്കുന്നത് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കുന്നത് സർക്കാരിന് പറയാം. അപ്പോൾ ഇതൊരു പ്രതിസന്ധിയാണ്. ഇതൊരു ഹ്രസ്വകാല പദ്ധതികളിലെ പ്രതിസന്ധിയാണ്. ഇനി ദീർഘകാല പദ്ധതികളുടെ പ്രതിസന്ധി നോക്കുകയാണെങ്കിൽ ഇത് ഓഗസ്റ്റ് മാസമാണ്. ഈ ജൂലൈയിൽ ഈ മഴ കഴിയില്ല, ഓഗസ്റ്റിൽ മഴ എന്തായാലും പെയ്യും. നമ്മൾ ഓർക്കണം, 2012 പ്രളയം ഉണ്ടായത് ഓഗസ്റ്റിലാണ്. ഈ ദുരന്തങ്ങളെല്ലാം ഈ പറയുന്ന ദുരന്തങ്ങളെല്ലാം ഈ കാലങ്ങളിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയും വരാൻ പോവുകയാണ് പ്രശ്നങ്ങൾ. ഇനിയും ഈ റെഡ് സോണുകളിൽ ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഈ ഇതുപോലുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, അവരെ സർക്കാർ എന്ത് ചെയ്യാൻ പോവുകയാണ്? അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് കുറേ കൂടി ഈ അലാമിംഗ് സിസ്റ്റം കുറേ കൂടി ഊർജ്ജസ്വലമാക്കുമെന്നാണ്. അലാമിംഗ് സിസ്റ്റം ഊർജ്ജസ്വലമാക്കാൻ 500 മനുഷ്യജീവിതങ്ങളോടെ പോകേണ്ടി വന്നു. ഈ അലാമിംഗ് സിസ്റ്റം എന്തുകൊണ്ട് ഊർജ്ജസ്വലമല്ല എന്ന് ചോദിക്കുമ്പോൾ ആണ് നമ്മുടെ ഒരു പ്രശ്നം. ഇങ്ങനെ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ട്. ഇത്രയും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായി കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മഴ പെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ അലാംഡാണ്. ആ മഴ പെയ്യുമ്പോൾ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകണമെന്ന് സ്വാഭാവികമായൊരു തോന്നൽ മനുഷ്യർക്കുണ്ടാവും. ആ സ്വാഭാവികമായ തോന്നൽ പോലും ഭരണകൂടത്തിനുണ്ടായിട്ടില്ല. അതായത് ഈ റെഡ് സോണിൽ താമസിക്കുന്ന ആളുകൾ ഉടൻ മാറണം എന്ന് പറയാനോ അവരവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അനൗൺസ്മെൻറ്റ് പോട്ടെ, ഇപ്പോൾ സർക്കാരിനോട് ഇപ്പോൾ അതൊരു ചോദ്യമായിട്ട് പോവുകയാണ്. അവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ വോയിസ് മെസ്സേജ് കൊടുത്തിരുന്നു വാട്സപ്പിൽ. അങ്ങനെയല്ലല്ലോ ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ടത്. തീർച്ചയായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളാണ് അതിൻ്റെ ഏറ്റവും പ്രൈമറി ഉത്തരവാദിത്വം, അത് ജനങ്ങളുമായിട്ട് നേരിട്ട് അറിയിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ മുമ്പിൽ ഇപ്പോഴും ഡിസാസ്റ്റർ എന്ന ഡെഫിനിഷനിൽ ലാൻഡ് സ്ലൈഡോ ഉരുൾപൊട്ടലോ ഇല്ല. വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നോക്കുക, അതിൽ ഈ ലാൻഡ് സ്ലൈഡ് എന്നൊരു വാക്ക് അതിൻ്റെ ഹോം പേജിലില്ല, ഇപ്പോഴും ഇല്ല. റെയിൻഫോളിനെ കുറിച്ച് ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ലാൻഡ് സ്ലൈഡ് എന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ എടുക്കുന്ന പ്രകൃതി ദുരന്തത്തെക്കുറിച്ചൊരു വാക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ പോലും ഇല്ല. എന്ന് മാത്രമല്ല അവരതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അതേക്കുറിച്ച് സംസാരിക്കുന്ന പോലും ഇല്ല. അവരുടെ പണിയാണ്, അവരുടെ പണി രക്ഷാപ്രവർത്തനമാണോ? അവരതിലില്ല. അവരുടെ ജോലി രക്ഷാപ്രവർത്തനമല്ല, അവരവിടെ ഇല്ല. ഹസാർഡ് അനലിസ്റ്റുകൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുണ്ട്, അവരെന്താ ചെയ്താൽ അറിയില്ല. ഞങ്ങൾ എന്താണ് ഇതിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ, ഈ ദുരന്തം ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ദുരന്തം ഒഴിവാക്കാനോ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർക്ക് മറുപടിയില്ല, അവർ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടല്ല അത് ചൂണ്ടിക്കാട്ടുന്നത്, മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് 2018 പ്രളയകാലം മുതൽ നമ്മളുടെ ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ അപര്യാപ്തതകളെക്കുറിച്ചും കഴിവുകേടുകളെക്കുറിച്ചും ശേഷിക്കുറവിനെക്കുറിച്ചും നിരന്തരം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ആ ചൂണ്ടിക്കാട്ടുമ്പോൾ ആ വിമർശനങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നല്ല, കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വലിയ അബദ്ധങ്ങളൊക്കെ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ അപര്യാപ്തത അവിടെ നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, പശ്ചിമഘട്ടത്തിലെ ഇത്തരം വൾണറബിളായിട്ടുള്ള ഏരിയകളിൽ താമസിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ കാര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഒരു തീരുമാനമെടുക്കണം. അടിയന്തര തീരുമാനം എന്ന് പറഞ്ഞാൽ അതൊരു ദീർഘകാല പദ്ധതിയാണ്. പെട്ടെന്ന് തന്നെ സർക്കാരിന് ഇവരെയൊക്കെ മാറ്റി പാർപ്പിക്കാനോ പുനരധിപ്പിക്കാനോ കഴിയില്ല, വലിയ സാമ്പത്തിക ചെലവ് വരുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്, ഇപ്പോൾ ന്യൂ കേരള റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്, അതിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം ഒന്ന് എടുത്ത് നോക്കുക. ഈ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ 2018 പ്രളയത്തെ തുടർന്ന് കേരളത്തെ പുതുക്കിപ്പണിയാനുള്ളൊരു പദ്ധതിയാണ്. അത് തുറന്നു പോയി കഴിഞ്ഞാൽ അതിൽ ഓൺഗോയിങ് പ്രൊജക്ട്സ് 124ആണ്. 124 കംപ്ലീറ്റ് ആയത് പ്രളയം കഴിഞ്ഞിട്ട് 6 വർഷമായി, 22 എണ്ണം മാത്രമാണ്. അപ്പോൾ ഞാനിത് ഏതാണ് ഈ പദ്ധതികൾ എന്നറിയാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതിൽ ഈ പൊളിഞ്ഞ റോഡുകൾ, ഇപ്പോൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡൊക്കെ എലിവേറ്റ് ചെയ്ത് അത് ഒരു പകുതിയോളം പൂർത്തിയായിട്ടുണ്ട്, 80% പൂർത്തിയായിട്ടുണ്ട്. ഒലിച്ചുപോയ പാലങ്ങളുടെ നിർമ്മാണം. അതിനപ്പുറം ഈ പ്രളയം നമ്മുടെ വികസന പ്ലാനിങ്ങിനെ, ഡെവലപ്മെൻറ്റൽ പ്ലാനിങ്ങിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചു എന്ന വെബ്സൈറ്റ് നോക്കി നമുക്ക് മനസ്സിലാവുകയില്ല. അതിൽ പൂർത്തിയായത് ഓൺഗോയിങ് ആയിട്ടുള്ള പദ്ധതികൾ ഒന്നും കണ്ടാലും. അതിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണെന്നറിയോ? വില്ലേജ് ഓഫീസുകളുടെ നവീകരണം, റവന്യൂ വകുപ്പിന് കീഴിൽ വരുന്ന പ്രധാന പദ്ധതിയാണ് വില്ലേജ് ഓഫീസുകളുടെ നവീകരണം. അങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിഷറീസിൻ്റെ പദ്ധതിയിൽ ബാണാസുര സാഗർ അണക്കെട്ടിൽ മീൻ വളർത്താൻ വേണ്ടി 4 കോടി. ഇത് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത്
നയപരമായി തന്നെ ഒരു തരത്തിലുള്ള മാറ്റമോ ഒന്നുമില്ല. സാധാരണ സർക്കാർ പദ്ധതികളൊക്കെ ഈ പദ്ധതികളിലേക്ക് ചേർത്ത് വെച്ച് റീബിൽഡ് കേരള എന്ന് പറയുന്നു, നവകേരളം ഉണ്ടാവും എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഇതുവരെ ചെയ്തു പോകുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഈ അടിയന്തര പ്രമേയം ടി സിദ്ദീഖ് നൽകിയ അടിയന്തര പ്രമേയത്തിൽ മന്ത്രി കെ രാജൻ ഒരു മറുപടി ഇറക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വെടിമരുന്ന് ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു വലിയ മാറ്റമായിട്ട് എടുത്തു പറയുകയാണ്. വെടിമരുന്ന് ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്ന് വലിയ കാര്യത്തിൽ എടുത്തു പറയുന്നു. അതായത് ഈ 2018 മുതൽ നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ പ്ലാനിങ്ങിനെയോ നമ്മുടെ വികസന കാഴ്ചപ്പാടുകളെയോ നവകേരളത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ ആ ഡയലോഗുകളെ പോലുമോ ഒട്ടും സ്വാധീനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഭരണകൂടം സംസാരിക്കുന്നത് ആ പരമ്പരാഗത ഭാഷയിൽ തന്നെയാണ്. അതിലൊരു മാറ്റം ഉണ്ടാവുന്നില്ല. അതിനാദ്യം മാറ്റം ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത് കുറേ കൂടി വിദഗ്ധർ ഇനി സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഈ മേഖലയിൽ അറിവുള്ള ആളുകൾ, ശാസ്ത്രജ്ഞർ, വിദഗ്ധർ ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആ സംസാരിക്കുന്നതിനെ പോലും ഭരണകൂടം ഭയപ്പെടുകയാണ്. എങ്ങനെ? അവിടെ പോരുന്ന് ശാസ്ത്രജ്ഞരോട് പറയാം, വിദഗ്ധരോട് പറയാം, നിങ്ങൾ മീഡിയയോട് സംസാരിക്കരുത്. ഇപ്പോൾ പഠനം നടത്തണ്ട, നിങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അങ്ങോട്ട് പോരുന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ മാറില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ മാറാൻ തയ്യാറല്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിരാശാജനകമാണ്. ദുരന്തങ്ങളെ നേരിടുന്ന കാര്യത്തിൽ നയപരമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ജെയിംസ് പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യം ദേവസാഹിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, അടിസ്ഥാനപരമായ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഈ സ്ഥലം കണ്ടെത്തൽ എന്നായിരിക്കും. ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കും സുരക്ഷിതമായ ഇടത്ത് എന്നാണ്. 300-ലധികം വീടുകൾ, കൃത്യമായ കണക്ക് നമ്മുടെ കയ്യില്ല, 300-ലധികം വീടുകളാണ് വിളിച്ചു പോയത്. അപ്പോൾ ഇത്രയും പേര് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അങ്ങോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ അത് എവിടെയായിരിക്കും? അതിനുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് കേരളത്തെ പോലത്തെ സംസ്ഥാനത്ത് വലിയ വെല്ലുവിളിയായിരിക്കില്ല. മുഹാജിർ ഇപ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പല ഭാഗത്ത് യാത്ര ചെയ്ത ആളല്ലേ. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേരളത്തിലേതുപോലെയുള്ള ഒരു ഹൗസിംഗ് സിസ്റ്റം കണ്ടിട്ടുണ്ടോ? എല്ലായിടത്തും പോകുന്നിടത്തൊക്കെ ആൾത്താമസവും വീടുകളുള്ള പരിപാടി കണ്ടിട്ടുണ്ടോ? UP-യിലോ രാജസ്ഥാനിലോ ബീഹാറിലോ എവിടെയെങ്കിലും അങ്ങനെ കാണില്ലല്ലോ. ഇവൻ തമിഴ്നാട്ടിൽ പോലും നമ്മൾ കാണുന്നില്ല. അവിടെ ഇപ്പോൾ കോയമ്പത്തൂർ നഗരം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കാലിയായ കൃഷിഭൂമികളാണ്. പിന്നെ അടുത്ത ഒരു സ്റ്റേഷനിലെത്തും, ഒരു ചെറിയ ടൗൺഷിപ്പ് ആകാം, അല്ലെങ്കിൽ വേറെ നഗരമാകാം. സർവ്വ ഇടങ്ങളിലും ആളുകൾ വീട് വെച്ച് താമസിക്കുന്ന ഈ രീതി കേരളത്തിലല്ലാതെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, എവിടെയും വായിച്ച അനുഭവമില്ല. കേരളത്തിലെല്ലായിടത്തും ഈ മുണ്ടക്കൈയുടെ ചെരിവ് മുതൽ കടൽ തീരം വരെ എല്ലായിടത്തും വീടുകളാണ്, താമസ കേന്ദ്രങ്ങളാണ്, ടൗൺഷിപ്പുകളാണ്. നമ്മൾ ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനമാണ്. അതിലൊരു ഘടകമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോർട്ടബിൾ വാട്ടർ, ശുദ്ധജലത്തിൻ്റെ ലഭ്യത എല്ലായിടത്തും ഉള്ളതുകൊണ്ടാണ് എല്ലായിടത്തും ആളുകൾ പോയിട്ട് താമസിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ലോകത്തില്ല. ലോകത്ത് നിങ്ങൾക്ക് എല്ലായിടത്തും വീട് വെക്കാൻ പറ്റില്ല. മിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ ഹൗസിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് ഏരിയ ആണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു പ്രൈവറ്റ് മുഹാജിറിൻ്റെ സ്വന്തം സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇത് എൻ്റെ സ്ഥലമാണ്, ഞാൻ അവിടെ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതെന്താണ്? അത് ഹൗസിങ്ങിന് വേണ്ടിയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത ഏരിയ അല്ല. അപ്പോൾ ഞാൻ മുമ്പ് എന്ന് പറയുമ്പോൾ ഈ VK ഇബ്രാഹിം കുഞ്ഞ് PW മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ഞാൻ ചന്ദ്രിക വീക്കിലിൽ ദീർഘമായൊരു ലേഖനം എഴുതിയിരുന്നു. അത് ചന്ദ്രിക എഴുതാൻ കാരണം മിനിസ്റ്ററുടെ പത്രമാണെന്ന് ഓർത്തിട്ടാണ്. അതിൽ ഞാൻ 2 ആശയങ്ങൾ ഞാനിത് പറയാൻ കാരണം വളരെ മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയും എഴുതുകയും ചെയ്ത ഇതിൽ പറയുകയാണ്. 2 ആശയങ്ങളാണ് ഞാൻ അന്ന് മുമ്പോട്ട് വെച്ചത്. ഒന്ന് ഇൻ്റഗ്രേറ്റഡ് വില്ലേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇൻ്റഗ്രേറ്റഡ് മൊബിലിറ്റി ഹബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇപ്പം ഒറ്റ ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എടുക്കുക. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്നു. നിങ്ങൾ ആ റെയിൽവേ പ്ലാറ്റ്ഫോമുകളൊക്കെ ആസ്ബറ്റോസ് ഷീറ്റ് കൊണ്ടാണ് മറച്ചിരിക്കുന്നത്. അവിടെ ഒരാൾ ട്രെയിൻ ഇറങ്ങിയാൽ ബസ് പിടിക്കണമെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ബസ്സിൽ കയറി ബസ് സ്റ്റാൻഡിലെത്തണമെങ്കിൽ അയാൾക്ക് പിന്നെ യാത്ര ചെയ്യണം. ഈ ലഗേജുകളൊക്കെ കൂടെ കരുതണം. നിങ്ങൾ ഈ ആസ്ബറ്റോസൊക്കെ മാറ്റുന്നു, ലളിതമായി പറയാം, ആസ്ബറ്റോസൊക്കെ മാറ്റുന്നു, അതൊരു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് അവിടെ ബസ് സ്റ്റാൻഡ് അവിടെ ഒരുക്കാം. റെയിൽവേ സ്റ്റേഷനിൽ ഒരു എസ്കലേറ്ററോ ലിഫ്റ്റോ വെച്ച് കൊടുക്കുക. ആളുകൾ ട്രെയിൻ വന്നിറങ്ങിയാൽ ബസ് സ്റ്റാൻഡിലേക്ക് നേരെ കയറി ചെല്ലാൻ പറ്റും. അങ്ങനെ എന്ന് വെച്ചാൽ ആളുകളുടെ യാത്രയെ സുഗമമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, നഗരത്തിലെ ട്രാഫിക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
അത് അനുബന്ധമായി ഉണ്ടാകുന്ന ഒരുപാട് കാർബൺ എമിഷൻ ഇതാക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. വേറെ നിലക്ക് ആലോചിക്കും മുഹാജിർ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ഓരത്തുകൂടെയല്ലേ മുഹാജിറിൻ്റെ ട്രെയിൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വെക്കുകയാണെന്ന് വിചാരിക്കുക. ആളുകൾക്ക് എയർപോർട്ടിലേക്ക് നടന്നു പോകാൻ പറ്റില്ലേ? പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നില്ലല്ലോ. എല്ലാ എയർപോർട്ട് കോമ്പൗണ്ടും വിശാലമായ സ്ഥലങ്ങളുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റാൻഡുണ്ടോ? അതാണ് ഞാൻ ഇൻ്റഗ്രേറ്റഡ് മൊബിലിറ്റി ഹബ്ബ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് വില്ലേജ് എന്ന് പറയുമ്പോൾ ഇതേമാതിരിയാണ്. നമ്മൾ എല്ലാ ഏറ്റവും സുരക്ഷിതമായ പ്രദേശങ്ങൾ ഡിസൈനേറ്റ് ചെയ്തിട്ട് അവിടെ അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കുകളാകാം, വില്ലകളാകാം, ഫ്ലാറ്റുകളാകാം. അത് ഓരോരുത്തരുടെയും സാമ്പത്തികമായി ഇതിനനുസരിച്ച് സർക്കാർ ഡിസൈനേറ്റ് ചെയ്യുന്ന ഏരിയകളിൽ അവിടെയാണ് ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ഓഫീസ്, ഈ പറയുന്ന കൃഷിഭവൻ, പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ്, ഇതെല്ലാം ഒരു സ്ഥലത്ത് ഒരുക്കാൻ പറ്റും. ആളുകളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ വലിയ മൂവ്മെൻറ്റുകൾ അത് കുറക്കാൻ പറ്റും. കൺസ്ട്രക്ഷൻ ഏരിയ, ഈ ബിൽട്ടപ്പ് ഏരിയ കുറക്കാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കുറക്കാൻ പറ്റും. അപ്പുറത്ത് കൃഷിഭൂമി അധികമായിട്ട് ലഭിക്കും, കാർബൺ എമിഷൻ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ഞാനത് എഴുതിയ സമയത്ത് ഞാനത് പറയാൻ കാരണം വെച്ചാൽ MP പരമേശ്വരൻ ഈ ലേഖനം വായിച്ചിട്ട് എനിക്കൊരു കത്ത് അയച്ചിരുന്നു. ഞാൻ സൂക്ഷിച്ചു വെച്ചൊരു കത്താണത്. വിശദമായ ചർച്ച നടക്കേണ്ട ഒരു ആശയമാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വ്യക്തിപരമായി ഭയങ്കര അഭിമാനമുണ്ടായൊരു സമയത്ത് അദ്ദേഹത്തെ പോലൊരു മഹാപണ്ഡിതൻ ഇത് വായിച്ച് എനിക്ക് വ്യക്തിപരമായൊരു കത്തയച്ചു എന്നുള്ളത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിലക്കുള്ള ഇപ്പോൾ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിനെ കുറിച്ച് അജിംസ് പറഞ്ഞല്ലോ. നമ്മളുടെ കേരളത്തിൻ്റെ ഈ പറയുന്ന താമസ സംവിധാനം ഉണ്ടല്ലോ, ആളുകൾ ജീവിക്കുന്ന ക്രമം, വീട് വെക്കുന്ന രീതി, ഇതേക്കുറിച്ചുള്ള വളരെ മൗലികമായിട്ടുള്ള പുനരാലോചന നടത്തേണ്ട സമയമാണ്. ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. മഴ ധാരാളമായി, കുറഞ്ഞ സമയം ധാരാളമായി മഴ പെയ്യുകയും മലകൾ ഈ ജലത്തെ, വലിയ തോതിലുള്ള ജലത്തെ ഗർഭം ധരിക്കുകയും ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വിസ്ഫോടനമായി വരും. അത് മുമ്പ് കാലത്തും വന്നിട്ടുണ്ട്. മുമ്പ് കാലത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകായിരുന്നത് ആ വിസ്ഫോടനം നടക്കുന്ന സ്ഥലങ്ങൾ ആൾതാമസമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ആളുകൾ പോയി താമസിക്കുന്നത്? ഞങ്ങൾ ഉരുൾപൊട്ടൽ മരിക്കാൻ വേണ്ടി പോയി താമസിക്കുകയല്ല. ആളുകൾക്ക് ഭൂമി ലഭ്യമാകുന്ന സ്ഥലം നോക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പം കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടുന്ന ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഈ നിലക്ക് നമ്മളുടെ ഒരു ഹൗസിംഗ് പ്ലാൻ ഈ പറയുന്ന വീട് വെക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടായി വരണം. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ പറയുന്ന ടൗൺഷിപ്പിനെ കുറിച്ച് പറയുന്നത് നല്ലൊരു കാഴ്ചപ്പാടാണ്. ഞാൻ പറയുന്നത് അതൊരു മോഡലായി എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ടൗൺഷിപ്പ് ഈ പറയുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു ഡിസൈനേറ്റഡ് ഏരിയയിൽ വീടാകട്ടെ, വില്ലകളാകട്ടെ, അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കുകളാകട്ടെ അത് സെറ്റ് ചെയ്യുന്നു. സ്കൂൾ അവിടെ സെറ്റ് ചെയ്യുന്നു. മറ്റ് ഈ അമ്യൂണിറ്റീസ് ഉണ്ടല്ലോ, വേറെ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള അത്തരം സംഗതികളൊക്കെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട്, ഗ്യാസുമായി ബന്ധപ്പെട്ട്, പോസ്റ്റ് ഓഫീസ്, ഇങ്ങനെ എന്തെല്ലാം, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ടൗൺഷിപ്പ്. അതെ, ആ ഒരു സങ്കല്പത്തിലേക്ക് ഈ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതൊരു മോഡലായി വികസിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ട സമയമാണ്. അല്ലാതെ ഈ ക്രമത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ വലിയ അപകടങ്ങൾ മാത്രമല്ല, നമ്മുടെ ഒരു ബാലൻസിനെ തന്നെ അത് വലിയ തോതിൽ ബാധിക്കും. കൃഷിഭൂമി ലഭ്യമല്ലാതാകുന്നുണ്ട്. അതുകൂടെ മനസ്സിലാക്കണം. സർവ്വസ്ഥലങ്ങളും മനുഷ്യൻ്റെ പെരുമാറ്റമുള്ള സ്ഥലങ്ങളിലൊക്കെ മാലിന്യം ഉണ്ടാകും. സർവ്വസ്ഥലങ്ങളും മലിനമാകും. അത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിനെ ബാധിക്കും. ഈ പല നിലക്ക് ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അത് ഗവൺമെൻറ് തലത്തിൽ ഭാവനാത്മകമായിട്ടുള്ള, അതിൽ ശാസ്ത്രജ്ഞന്മാരുണ്ടാകണം, പരിസ്ഥിതി പ്രവർത്തകരുണ്ടാകും, പ്ലാനേഴ്സ് ഉണ്ടാകണം. അങ്ങനെയൊക്കെയുള്ളൊരു അടിസ്ഥാനപരമായുള്ള മാറ്റമാണ് അതിലുണ്ടായി വരേണ്ടതാണ്. ഒന്നാമതായിട്ട് അതിലേക്ക് പറയാം. പിന്നെയുള്ളത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ചെയ്യുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചോദ്യം വരണം. അപ്പോൾ പുത്തുമലയെക്കുറിച്ച്, കവളപ്പാറയെക്കുറിച്ച് അജിംസ് പറഞ്ഞു. പുത്തുമലയിൽ 54 ആൾക്കാണ് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതെവിടെയാണെന്നറിയാം? മാതൃഭൂമി കൊടുത്തിട്ടുള്ള പ്ലോട്ടാണ്. അതിൽ പല ഏജൻസികൾ, നോൺ ഗവൺമെൻറ്റൽ ഏജൻസീസാണ് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. 100 ചില്ലാൻ എഫക്റ്റീസ് അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കണം. ഈ 100 ചില്ലാൻ എഫക്റ്റീസിന് പൈസ കൊടുത്ത് വിട്ടിരിക്കുകയാണ് സർക്കാർ. ഇത് കവളപ്പാറയിൽ സർക്കാർ എന്ത് ചെയ്തു? പുത്തുമലയിൽ സർക്കാർ എന്ത് ചെയ്തു? പിന്നെന്താ പെട്ടിമുടിയിൽ സർക്കാർ എന്ത് ചെയ്തു? ഇതേക്കുറിച്ച് വിചാരണ നടക്കേണ്ട സമയം കൂടെയാണത്. ഇപ്പോൾ ഉള്ളൊരു ആവശ്യത്തിൽ ഒരുപാട് ആളുകൾ പലതരം ഓഫേഴ്സ് വെക്കുന്നു. ഇപ്പോൾ നോക്കൂ, ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്നത് പോലും സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ഭക്ഷണത്തിലാണ്. സർക്കാരിന് അതിലൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. സർക്കാർ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല. ആ നിലക്ക് ആളുകൾ ആവേശത്തോടെ ഈ സമയം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി കഴിഞ്ഞ് അതിൻ്റെ ആവേശമൊക്കെ പോകും.
പിന്നെ ആരും ചോദിക്കാനും പറയാനുണ്ടാവില്ല. അപ്പോൾ സർക്കാർ എന്തു ചെയ്യുന്നു എന്ന് മാധ്യമങ്ങൾ, കേരളീയ പൊതുസമൂഹം സൂക്ഷ്മമായി പിന്തുടരേണ്ടി വരും. എന്ന് മാത്രമല്ല, കവളപ്പാറയിലും പുത്തുമലയിലും പെട്ടിമുടിയിലൊക്കെ എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ചും ഉള്ള ആലോചന നടക്കണം. അത് പറയുമ്പോൾ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരുകൾ കൈയൊഴുകുകയും സന്നദ്ധ സംഘടനകൾ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതേസമയം സന്നദ്ധ സംഘടന ഒന്നും ചെയ്യേണ്ട എന്ന് സന്നദ്ധ സംഘടനകളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ശരിയായ ഏർപ്പാടല്ല. എന്താണ് സർക്കാർ ചെയ്തുകൊണ്ട് പുനരധിവാസത്തിൽ സർക്കാർ എന്താണ് വാഗ്ദാനം ചെയ്തത്, എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്നതിനെക്കുറിച്ച് ഓഡിറ്റിങ്ങും സൂക്ഷ്മമായ ഓഡിറ്റിങ്ങും നടക്കേണ്ട സമയമാണ്. തീർച്ചയായും ഇപ്പോൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ നിലപാടുകൾ, നമ്മുടെ നയങ്ങൾ അത് പുനഃപരിശോധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്.